ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാം. ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോവാണ്. തമ്പനയിലൊക്കെ കണ്ടല്ലോ. ഞാൻ കുറച്ച് നാളുകളായിട്ട് വളരെ കഷ്ടപ്പെട്ട് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്ന മുടിയാണ്. എൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് ഷോർട്ടായ മുടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് എണ്ണയൊക്കെ തേച്ച് അത് ഏത് എണ്ണയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഷൈനി ചേച്ചിക്ക് നല്ല മുടിയുണ്ട്. അപ്പം ചേച്ചി ഏത് എണ്ണയാണോ തേക്കണേ അതിൻ്റെ കൂട്ടൊക്കെ ചോദിച്ച് അതേപോലെ എണ്ണയൊക്കെ കാച്ചിയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 6-7 മാസമായിപ്പോൾ ഞാൻ മുടി കട്ട് ചെയ്തിട്ട്. എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായിട്ടായിട്ടുള്ളൂ. മുടി എന്തായാലും നന്നായിട്ട് നീണ്ടിട്ടുണ്ട്. അപ്പം മുടിയുടെ തുമ്പ് വശം നന്നായിട്ട് ഇങ്ങനെ വിണ്ട് കിടക്കുകയാണ്. അതായത് ഒരു മുടി ഇങ്ങനെ പൊട്ടി കിടക്കത്തില്ലേ, ആ ഒരു ടൈപ്പിലാണ് ഇപ്പം നമ്മുടെ മുടി. അതുകൊണ്ട് ഇത് തുമ്പ് കട്ട് ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം വളരത്തില്ല. അതുകൊണ്ട് തന്നെ തുമ്പൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ പാർലറിലൊക്കെ പോയി കട്ട് ചെയ്യുന്നതിലും നല്ലത്, അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കുന്നതിലും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് വെട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. എങ്ങനെ ഫ്ലോപ്പായി പോയാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയില്ല, വീഡിയോസും ചെയ്യത്തില്ല. എന്തായാലും ഫ്ലോപ്പ് ആവില്ലെന്ന് തന്നെ വിശ്വസിച്ചിട്ട് നമുക്ക് ചെയ്യാം. ചെറിയൊരു കുഞ്ഞു പേടിയുണ്ട്. സാരമില്ല, എൻ്റെ സ്വന്തമായതുകൊണ്ട് നമ്മൾ തന്നെ സഹിച്ചാൽ മതിയല്ലോ. നമുക്ക് മറ്റുള്ളവരെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ചീപ്പ് വേണം. ഏതെങ്കിലും ഒരു ചീപ്പ് എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഉള്ള 2 തലയിലിടുന്ന 2 ഇത് കൂട്ട് സാധനങ്ങൾ വേണം. പിന്നെ എന്താ, സിസേഴ്സാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുടി വെട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിസേഴ്സ് തന്നെയാണ്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതേപോലത്തെ ചെറിയ സിസേഴ്സാണ് കേട്ടോ. പക്ഷെ നല്ല മൂർച്ചയുണ്ടെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാത്തതാണ്. പിന്നെ വലിയ സിസേഴ്സൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ, ഇതേ ഉള്ളൂ. അപ്പം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും. അപ്പം മുടി നമ്മൾ വെട്ടുന്നതിന് മുമ്പ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മുടി നന്നായിട്ട് കെട്ടൊന്നുമില്ലാതെ നന്നായിട്ട് ചീയി എടുക്കുക. പിന്നെ അതുകൂടാതെ മുടി നനഞ്ഞിരിക്കരുത്, നന്നായിട്ട് ഉണങ്ങി, അതായത് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി എടുക്കണമായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് മുടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടാനും എളുപ്പമാണെന്നാണ് യൂട്യൂബിലെ ചേച്ചിമാരൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ അതേപോലെയൊക്കെ എൻ്റെ മുടി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെട്ടേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. എല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടണം. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇവിടെ കെട്ടി ഇങ്ങനെ വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒക്കെ വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ മുടി ഞാൻ ഫ്രണ്ടിലോട്ട് ഇടുകയാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ചീകി ഒതുക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം. ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ് ഇത് കെട്ടിവെക്കേണ്ടത്. ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നത്, എനിക്കിത് ഇടാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ മുടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ചീകി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ ചീകി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് വെട്ടണോ അതിൻ്റെ തുമ്പത്ത് അപ്പം എൻ്റെ ഇത്രയും ഭാഗമാണ്, ഇവിടെ നിന്ന് ഇത്രയും ഭാഗമാണ് ഇതായിട്ട് കിടക്കണം. അപ്പം അത്രയും ഭാഗം ഞാൻ വെട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ തുമ്പത്ത് ഞാനതാ അടുത്ത ബുഷ് എടുത്ത് ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്തോരം വെട്ടണോ അത്രയും ഭാഗം കേട്ടോ. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ പണ്ട് ലെയർ കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് വെട്ടേണ്ടത്. വെട്ടാൻ പോവാണ്. വെട്ടാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈശ്വരന്മാരെ വിളിക്കുക, കുഴപ്പമൊന്നും വരുത്താതെ കാത്തോളേന്ന് പറഞ്ഞിട്ട് വെട്ടാം. അപ്പം ഞാനിത് വെട്ടാൻ പോവാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് എന്തോരമാണോ അതിനനുസരിച്ച് വെട്ടിയാൽ മതി. എന്തായാലും ഞാൻ വെട്ടാൻ പോവാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? താത്തി പിടിക്കല്ലേ? ഇപ്പം കാണാമല്ലോ. ഓക്കെ, ഞാൻ വെട്ടുവാണ്. ദൈവമേ ഈശോയെ, വിചാരിച്ച പോലെയല്ല, സിസേഴ്സിന് അത്ര വലിയ ഇതൊന്നുമില്ല.
കൊള്ളാല്ലേ? അപ്പം നമ്മളിതാ നമ്മുടെ ഇത്രയും മുടി, അയ്യോ നല്ല തോന്നി, ഇത്രയും മുടിയാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. കുറച്ച് നിലത്തേക്കും വീണ് പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മുടി അയച്ച് നോക്കാം. ഇവിടെ അഴിച്ചിട്ട് ഇനി നമ്മൾ ഈ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, ഇതാ ഇങ്ങനെ 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 ചെയ്ത് കൊടുക്കുക. അത് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാതെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി വിട്ടാൽ മതി. തുമ്പ കേട്ടോ. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോഴാണ് നമ്മളിനി കറക്റ്റായിട്ട് സംഭവം അറിയാൻ പോകുന്നത്. എന്തായാലും ഇവിടെ നിറച്ച് മുടിയായി കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ തുമ്പൊക്കെ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ബാക്കിലോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ദൈവമേ, ചീവി നോക്കാം. കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് അറിയത്തില്ല, ഒന്നും പ്രത്യേകിച്ചൊന്നും ഇതാകണില്ല. നമുക്ക് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സൈഡിലൂടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഞാൻ ബാക്ക് ഒന്ന് കാണിച്ചു തരാം. ബാക്കിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പക്ഷെ എനിക്കെന്തോ വലിയ കുഴപ്പമില്ലെന്നാണ് തോന്നണത്. എന്തായാലും നിങ്ങളൊന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുടിയുടെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, വിജയകരമായിട്ട് മുടി വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? ഇപ്പം നല്ല അടിപൊളിയാണ്. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് വെട്ടാം. പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്കിനിയിപ്പം ഈ സൈഡ് ബാങ്ക്സ് ഉണ്ടല്ലോ, സൈഡ് ബാങ്ക്സും കൂടെ ഒന്ന് വെട്ടിയിടണം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖം കുറച്ച് വലിയ ഫേസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും സൈഡ് ബാങ്ക്സ് വെട്ടാറുണ്ട്. അപ്പം ഈ മുടി വളർത്താൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ നീട്ടം വെച്ച് പോയതാണ്. എന്തായാലും ഇതിപ്പോൾ ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ സൈഡ് ബാങ്ക്സും കൂടെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് മുടിയിൽ നിന്ന് കൈവിടാൻ തോന്നുന്നില്ല. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഞാൻ സൈഡ് ബാങ്ക്സ് ഇടണാനും പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ചിന്തയായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ ഓപ്പണായൊക്കെ കാണിച്ചത്. സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും എനിക്കിനി ഒരുപാട് പണിയുണ്ട്. നിലത്ത് നിറച്ച് മുടിയാണ്. ഇതെല്ലാം ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്തൊരു വേറൊരു വീഡിയോയിൽ സൈഡ് ബാങ്ക്സും കൂടെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ അതും കൂടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ആരുടെയും ആശ്രയം വേണ്ട. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഇതേപോലെ ഒരു സിസേഴ്സ്, അത്യാവശ്യം നല്ല മൂർച്ചുള്ളൊരു സിസേഴ്സ് മതി, എല്ലാം സെറ്റാവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. ബൈ ബൈ.